നന്ദി. സ്വാഗതം പറഞ്ഞ കെ ഉണ്ണീഷ്ണൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഇന്നിവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ള പ്രശസ്ത കവി കെ ആർ ടോണി, അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന കവി പി വി ഋഷികേശൻ, കവിയും ചിത്രകാരിയും പരിഭാഷകയും എല്ലാമായ ഇമ്മാനുവൽ മെറ്റിൽസ്, കവിയായ സുനിത സുകുമാരൻ, കവിയും പ്രഭാഷകനുമായ ദിനേശ് രാജ് സർ, നമ്മുടെ സാഹിത്യത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എന്ന് പറയാവുന്ന നഫീസത്ത് ബീവി, കവി കൂടിയായ നഫീസത്ത് ബീവി, കവിയായ സുനിത ദാസ്, അതുപോലെ തന്നെ സദസ്സിലുള്ള പരിണിത പ്രജ്ഞനായ വസന്തൻ മാഷ്, മറ്റ് സുഹൃത്തുക്കളെ, നമ്മൾ കവിതയുടെ പീരിയോഡിക്കലായിട്ടുള്ള ഒരു പരിപാടി എപ്പോഴും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാഹിത്യം ഒരുപക്ഷെ ഏറ്റവും നിലവാരം പുലർത്തുന്ന ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, അതിലൊരു വെറൈറ്റി നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, ഒരു വൈവിധ്യാത്മകത വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആസ്വാദ്യമായിട്ട് കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് മഴ, കവിതയിലെ ജലസ്പർശം എന്ന് പറഞ്ഞ ഒരു പരിപാടിയാണ്. പുണ്യബായി പറഞ്ഞ പോലെ മഴയില്ലെങ്കിലും ആ മഴ നമ്മളിവിടെ കവിതയിൽ പെയ്യിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നതും അതനുഭവിക്കാനായിട്ടാണ് മറ്റുള്ള എല്ലാവരും സദസ്സിലുള്ളവരും വന്നിട്ടുള്ളത്. ഒരു അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഒരു അധ്യക്ഷ പ്രസംഗം ഒറ്റ അടിക്ക് നടത്തി അവസാനിപ്പിക്കാൻ എന്ന ഒരു രീതിയിൽ പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇടയ്ക്ക് വന്ന് കാര്യങ്ങൾ പറയാം. എങ്കിലും കവിതയെക്കുറിച്ച് പറയുമ്പോൾ, മഴയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് മഴയ്ക്ക് കവിതയിലുള്ള അനേകം രൂപകങ്ങൾ പോലെ മഴ കവിതയിലേക്ക് കവിയെ നയിക്കുന്ന ഒരുപാട് രൂപകങ്ങളുണ്ട്. മഴയുണ്ട്, മഞ്ഞുണ്ട്, അങ്ങനെ പലതുണ്ട്. ഗൃഹാതുരത്വമുണ്ട്, അങ്ങനെ കാണുന്നതും കാണപ്പെടാത്തതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് എന്താണ് അവ പൊതുവെ കവിതയിലേക്ക് ഒരു വ്യക്തിയെ അടുപ്പിക്കാനും കവിത ജനിക്കാനും ഏത് തരത്തിലുള്ള ഒരു ധർമ്മമാണ് അവ പ്രവർത്തിക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ, ഈ പരിപാടിയെ മുൻനിർത്തി ആലോചിച്ചപ്പോൾ കവിയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ആലോചിച്ചു പോകും. അപ്പോൾ ആരാണ് കവി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജീവിതത്തിലെ ഒരു സാധാരണ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും നിരാകരിച്ചുകൊണ്ട് മറ്റൊരു സന്തോഷത്തെ തേടുന്നവനാണ്, അല്ലെങ്കിൽ മറ്റൊരു സാഫല്യത്തെ, സന്തോഷം എന്നുള്ള വാക്ക് എത്രത്തോളം ആപ്റ്റാണെന്ന് അറിയില്ല. ജീവിത സാഫല്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വളരെ സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ എല്ലാ വ്യക്തികളും ഓഫേർഡാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ തേടുന്നു, കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല. പക്ഷെ ആ വഴികളൊക്കെ നിരാകരിച്ചുകൊണ്ട് ഒരാൾ മാത്രം, അല്ലെങ്കിൽ ഒരു കുറച്ച് വ്യക്തികൾ കവിതയുടെ പിന്നാലെ പോകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളതാണ്. അവർക്ക് ആ പോകുന്ന, അവരുദ്ദേശിക്കുന്ന സന്തോഷം, ജീവിതത്തിലെ സാഫല്യം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ആ പോകുന്ന പ്രോസസ്സാണ് സത്യത്തിൽ കവിത. കവിതയിൽ പണിയെടുക്കുന്നത് ആ പ്രോസസ്സാണ്. അതിൻ്റെ ഉൽപ്പന്നമാണ് കവിത സത്യത്തിൽ. മറ്റെന്തോ ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തിനെയോ തേടുന്ന ഒരു ഭാവം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മഴ എന്താണ് ചെയ്യുന്നത്? മഴ നമ്മളെ, ഒരു കവിയെ സംബന്ധിച്ച് മഴ ഒരു ഒറ്റുകാരനാണ് എന്ന് പറയാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ, ഒരു കവിയെ ഒറ്റുകൊടുക്കുന്നതിൽ അല്ലെങ്കിൽ അതിൽ എത്തിക്കുന്നതിൽ അനേക രൂപകങ്ങൾ പോലെ മഴ മാത്രമല്ല, അല്ലെങ്കിൽ ഈ രൂപകങ്ങൾ മാത്രമല്ല അതിനുള്ള കാരണം, അത് വേറെ വശം. പക്ഷെ മഴ ഒരു ഒറ്റുകാരനാണ് കവിയെ സംബന്ധിച്ച്. അതിലേക്ക് ഒറ്റുകൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലേക്ക്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഫേസ്ബുക്കിൽ വളരെ ഇൻട്രസ്റ്റീവായിട്ട് വായിച്ച ഒരു ചെറു കുറിപ്പുണ്ട്. അതിൻ്റെ ഒരു മുഖ്യ പ്രമേയത്തിൻ്റെ ഒരു പുതുമ തോന്നി എന്നെ സംബന്ധിച്ച്. മറ്റു പലരും അത്തരമൊരു ചിന്തയിലേക്ക് മുമ്പേ എത്തിയിട്ടുണ്ടാവാം. കവി ശ്രീകുമാർ കരിയാടിൻ്റെ ഒരു കുറിപ്പായിരുന്നത്. അതായത് കവിത ജനിക്കുന്ന, ചിത്രകല ജനിക്കുന്ന, അല്ലെങ്കിൽ നോവൽ, കഥ, അല്ലെങ്കിൽ മറ്റെന്ത് കലകളായാലും ജനിക്കുന്ന മനസ്സിൻ്റെ ഒരു തലമുണ്ട്. ഉപരി മനോതലം എന്ന് പറയുന്ന ഒരു തലത്തിലെത്തുമ്പോഴാണ് പ്രണയം പോലുള്ള മനുഷ്യന്റെ വികാരങ്ങളിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പരിപ്രേക്ഷ്യത്തിൽ പറയുന്ന ഒരു ആത്മാവല്ല എഴുത്തുകാർ പറയുന്ന ഒരു ആത്മാവ്.
ഈ ഒരു തലമാണ്. നീ എൻ്റെ ആത്മാവിലുണ്ട് എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ആ ഒരു തലത്തിലുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും നിർലീനമായിട്ടുള്ള ഒരു തലം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുമ്പോഴാണ് ഒരു കവിത ജനിക്കുന്നത്, അല്ലെങ്കിൽ കവിത ജനിക്കുന്ന അനേകം കാരണങ്ങളിൽ ഒന്നായിരിക്കാം. പക്ഷെ ആ ഒരു ഉപരി മനോതലം, അതിനൊരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഞാനത് മറന്നുപോയി. ഉപരി മനോതലം എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ ഉപരിതലമല്ല, ഉപരി മനോതലം എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ഒരു വട്ടമെങ്കിലും ആ ഒരു കവിതയ്ക്ക് മുമ്പ് ജനിക്കുന്നുണ്ടാവും, നമ്മൾ മാറുന്നുണ്ടാവും. ആ കവിത എഴുതുന്ന അല്ലെങ്കിൽ അതിന്റെ ഓരോ വരികളിൽ അത് എഴുതി അവസാനിക്കുന്നത് വരെ നമ്മൾ അതിൽ എത്രത്തോളം തുടരുന്നുണ്ടോ എന്നുള്ളത് വേറെ വശം. കാരണം ഒരു മിന്നലടിക്കുന്ന പോലെയാണ്, അതിന്റെ എഫക്റ്റിലാണ് നമ്മൾ കവിത സത്യത്തിൽ എഴുതുന്നത്. അപ്പൊ അത്തരം ഒരു ഉപരി മനോദനം നമ്മൾക്ക് പെട്ടെന്ന് സൃഷ്ടിക്കുന്നതിൽ മഴ ഒരു ഘടകം തന്നെയാണ് സത്യത്തിൽ. നമുക്ക് എല്ലാ മഴയും നമ്മളെ അങ്ങനെ എത്തിക്കുന്നില്ല. എപ്പോഴൊക്കെയോ പെയ്യുന്ന ഒരു മഴ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പെയ്യുന്ന ഒരു മഴ, അല്ലെങ്കിൽ ആദ്യം മഴക്കാലത്തിന്റെ ആ ഋതുവിന്റെ ആദ്യം പെയ്യുന്ന ഒരു മഴയൊക്കെ നമ്മളെ എത്തിച്ചേക്കാം. ആ ഒരു തലത്തിലെത്തുമ്പോൾ എല്ലാം നമ്മൾ കവിത എഴുതണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കലാപ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടണമെന്നോ യാതൊരു നിർബന്ധവുമില്ല സത്യത്തിൽ. അങ്ങനെ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതൊരു കാരണമാണ്. കവിതയിൽ മഴയുടെ ആന്തരികമായിട്ട് കവിയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. മഴ മാത്രമല്ല, മറ്റനേക രൂപങ്ങളുണ്ട്. അപ്പൊ മഴ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് തന്നെയാണ് മഴയിൽ കവിതയുടെ പ്രസക്തിയും. മഴ കവിക്ക് അല്ലെങ്കിൽ കവിയുടെ ആ ഒരു ആന്തരിക സൗഖ്യത്തിന്, ആന്തരിക ക്രിയേറ്റിവിറ്റിക്ക് മഴ ഒരു നേരത്തെ ഞാൻ ഒറ്റുകാരൻ എന്ന് പറഞ്ഞു മഴയെ, അത് കവിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം നോക്കുമ്പോഴാണ് ഒരു ഒറ്റുകാരൻ എന്ന് പറയുന്നത്. കാരണം കവിയായി ജനിക്കുന്ന ഒരാൾ ജീവിതത്തിൽ പല സ്ഥലത്തും തോൽക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്, പല ദുഃഖങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്, അറിഞ്ഞുകൊണ്ട് തന്നെ പല സന്തോഷങ്ങളെയും നിരാകരിക്കുന്നു. ആ സന്തോഷങ്ങൾ കിട്ടുന്നില്ല. മാത്രമല്ല കവിതയിൽ വന്നിട്ടും അല്ലെങ്കിൽ ആ ഒരു തത്തുല്യം, ഒരു റീപ്ലേസ്മെന്റ് അവിടെ നടക്കുന്നില്ല. പക്ഷെ കവിക്ക് കവിത എഴുതിയേ പറ്റൂ. അല്ലെങ്കിൽ ആ രണ്ട് വൈരുദ്ധ്യങ്ങളിലുള്ള കവിയുടെ ഒരു ഞാണിന്മേൽ കളി കൂടിയാണ് കവിത. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഒറ്റുകൊടുക്കുന്ന ഒന്ന് എന്ന നിലയ്ക്കാണ് ഞാൻ മഴയെ പറഞ്ഞത്. അതേസമയം മഴ കവിയുടെ സന്തത സഹചാരിയും കവി മനസ്സിന്റെ സന്തത സഹചാരിയും ഉറ്റ തോഴനുമാണ് എന്നുള്ളതാണ് അതിൽ മഴയെ കുറിച്ചിട്ട്. കവിതയെ, ആകമാന കവിതകളെയും അല്ലെങ്കിൽ കലാപ്രവർത്തനത്തെയും മഴയും ജീവിതവും കവിതയും ഒക്കെയായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്കൊരു ആമുഖ പ്രഭാഷണം ചെറുതായിട്ട് പറയാനുള്ള ഒരു കാര്യം. പക്ഷേ നമ്മൾ എന്നെ കേൾക്കാനോ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് പ്രഗത്ഭരായ കവികൾ വന്നിട്ടുണ്ട് ഇവിടെ. അതിൽ മുഖ്യ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ കവി KR ടോണിയാണ്. സമകാലീന കവിതയുടെ ഒരു ഡെഫിനിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ തന്നെ കവിതയുടെ ഉച്ചവെയിൽ എന്ന ഒരു പ്രോഗ്രാമിൽ, എസ് കണ്ണൻ വന്ന ഒരു പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഉദാഹരിച്ച കവികളിൽ ഒരാള് KR ടോണിയാണെന്ന് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറയും. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പോൾ സമകാലീന ഏറെ കോളിളക്കം അല്ലെങ്കിൽ ഏറെ സംവാദവും വിവാദവും സൃഷ്ടിച്ച കവിതയായ ജിജി എന്നുള്ള കവിതയും ഇവിടെ പരാമർശിക്കപ്പെട്ടു. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സെഷനെ തന്നെ ഒരു ലോക നിലവാരത്തിൽ എത്തിക്കാൻ KR ടോണിയുടെ കവിതകളെ കുറിച്ചുള്ള പരാമർശവും സത്യത്തില് വളരെയധികം നമ്മളതിനെ ആശ്രയിച്ചു എന്നുള്ളതാണ്. ക്ലീഷകളെ തകർക്കുന്ന, ക്ലീഷകളെ കൊല ചെയ്യുന്ന എന്നൊക്കെ പറയാം, കൊല ചെയ്യുന്ന ജിജി പോലുള്ള കവിതകൾ നമ്മുടെ അന്തരംഗത്തിലേക്ക് ഇട്ട് തന്നുകൊണ്ട്, നമ്മുടെ വായനാക്ഷമതയിലേക്ക് ഇട്ട് തന്നുകൊണ്ട്, അതിനെ പരീക്ഷിച്ചിട്ടുകൊണ്ട് ഇപ്പോഴും സജീവമായി കവിത എഴുതുന്ന, കവിതയിൽ പണിയെടുക്കുന്ന, വളരെ വളരെ സർഗാത്മകമായിട്ട് പണിയെടുക്കുന്ന, ഇടപെടുന്ന ഒരു കവിയാണ് KR ടോണി. പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ സീനിയറായിട്ട് കേരള കോളേജിൽ പഠിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന് എന്നെ അറിയില്ല. കാരണം അദ്ദേഹം വന്ന അവിടെ യൂണിയന്റെ ഒരു മത്സരാർത്ഥിയായിരുന്നു, ജയിച്ചു എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പൊ എൻ്റെ ക്ലാസ് മുറികളിൽ അന്നത്തെ രാഷ്ട്രീയ പ്രസംഗങ്ങൾക്ക് ബാലേന്ദ്രൻ, ഇപ്പോഴത്തെ MLA ബാലേന്ദ്രൻ ഒക്കെ ഉള്ള ഒരു പാനലായിരുന്നു. KR ടോണി സാറും വരാറുണ്ട്. അപ്പൊ അന്നേ ഞാൻ മനസ്സിൽ കവിത ഉള്ളത് കൊണ്ട് തന്നെ കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. അങ്ങനെ ആ ഒരു പഠന കാലഘട്ടം കഴിഞ്ഞ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഞാനും ഇദ്ദേഹവും ഒരു വേദിയിൽ കവിത ചൊല്ലുന്നുണ്ടായിരുന്നു. 2016 മഹാകവി വെള്ളത്തോൾ ജയന്തിക്ക് കവിത ചൊല്ലാനായിട്ട് അന്ന് സംസ്ഥാനത്തെ പുതിയ തലമുറയിലുള്ള കവികളുടെ ഒരു കൂട്ടത്തിൽ പെടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അന്നും അദ്ദേഹം അവിടെ ഒരു കവിത അവതരിപ്പിച്ചു.
അപ്പോൾ നമ്മൾക്ക് കവി KR ടോണിയുടെ പ്രസംഗത്തിനായി തയ്യാറാകാം. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനും KR ടോണിയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ ഒരു ഡെൻസിറ്റിയിൽ തന്നെയാണ് ടോണി സാർ സംസാരിച്ചത്. ശരിയാണ്, നമ്മൾ മഴയെക്കുറിച്ച് എഴുതുമ്പോഴും നമ്മൾ മഴയെ കുറിച്ചല്ല എഴുതുന്നത്, നമ്മളെക്കുറിച്ച് തന്നെയാണ്. മഴ എന്നത് അതൊരു രൂപകം എന്ന നിലയ്ക്ക് നമ്മളെ ഉഴുതുമറിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. മഴ എന്നല്ല, എല്ലാ ഭാഗ്യ വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. ഗാസയെ പറ്റി പറഞ്ഞതിൽ ഗാസയെ കുറിച്ചിട്ടൊരു നല്ല കവിത വരുമ്പോഴുള്ള അതിൻ്റെ ഒരു പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. ടോണി സാർ പറഞ്ഞത് ശരിയാണ്, ഗാസയെ കുറിച്ചിട്ട് കവിതകൾ ഇങ്ങനെ എഴുതി കൂട്ടണം, ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പറ്റി കവിതകൾ എഴുതണം എന്നുള്ള ഒരു നിർബന്ധം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഹ്വാനം നടക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. പക്ഷെ ഗാസയെ പറ്റി അല്ലെങ്കിൽ എന്തോ ആവട്ടെ, നമ്മുടെ ഈ വർത്തമാന കാലത്ത് നടക്കുന്ന എന്തിനെ പറ്റുന്ന ഒരു കവിത വരികയാണെങ്കിൽ, കവിത എഴുതുകയല്ല, ഒരു കവിത അതിനെ പറ്റി നല്ലൊരു കവിത വരികയാണെങ്കിൽ അത് മനുഷ്യവംശമുള്ള കാലത്തുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ കാലം കഴിഞ്ഞ് പലതും മറന്നു പോകുമ്പോഴും നമ്മൾ ഇന്ന് സംസാരിച്ചതും നമ്മൾ ഇന്ന് സംവാദം നടത്തിയതും ആ പ്രശ്നത്തിനെ മുൻനിർത്തിയിട്ടുള്ള പത്ര കട്ടിങ്ങുകളും ആ കാലം തന്നെ മാറും. പക്ഷെ നമുക്കൊരു ഓർമ്മയായിട്ട് ഇരിക്കുന്ന ഒരു മികച്ച ഡോക്യുമെന്റ് ആയിരിക്കും ഒരു സാഹിത്യ സൃഷ്ടി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് വെച്ചാൽ അതിനെപ്പറ്റി എല്ലാവരും കവിത മാത്രമല്ലല്ലോ, നമുക്കൊരു കാര്യത്തിനോട് പ്രതികരിക്കാൻ കവിത മാത്രമല്ല. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ കവിത മാത്രം എഴുതിയിരിക്കുന്നു, മറ്റൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് പോലും ഒരു വഞ്ചനയായിട്ട് അല്ലെങ്കിൽ അത് ഒരു കാലഘട്ടത്തിന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്ന് വെച്ച് കവി എല്ലാവരും പ്രതികരിക്കാൻ ബാധ്യസ്ഥനൊന്നുമല്ല. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷെ അത്തരം ഒരു ചിന്ത നമുക്ക് ഇട്ട് തന്ന അതാണ് ഈ ഇത്തരം പരിപാടികളുടെ ടോണി സാറിനെ പോലെയുള്ളവര് വന്ന് ഇരിക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ഒരു ഈടുവയ്പ് അതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് നമ്മളോട് തന്നെ സംവദിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയത് കിട്ടുക, നമ്മുടെ കവിത, നമ്മുടെ ലോകവീക്ഷണമൊക്കെ നമുക്ക് പുതുക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തതായിട്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കവി ഡോക്ടർ PB ഹൃഷികേശനാണ്. അദ്ദേഹം പുതിയ കാല കവിതയിൽ തൻ്റെതായ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കവിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായിട്ട് കാതോർക്കാം. അദ്ദേഹത്തെ ഞാൻ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നന്ദി ഋഷികേശൻ സാർ, ഈ ഒരു പ്രഭാഷണം ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സമർപ്പിച്ചതിന് നന്ദി. എൻ്റെ അറിവില് സാറൊരു സയന്റിസ്റ്റ് കൂടിയാണെന്ന് ശരിയാണോ? എനിക്ക് ഞാൻ ഇത് ആളുമായിട്ട് തൃശ്ശൂർ സാഹിത്യവേദിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സയൻസും കവിതയും ഭയങ്കര മാരകമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ശരിക്കും ഭയങ്കര കുറച്ചും കൂടെ ഉൾക്കാഴ്ചയുള്ള ഇൻസൈറ്റ്. സയന്റിസ്റ്റ് കവി കൂടി ആയി കഴിഞ്ഞാൽ ഇൻസൈറ്റിന്റെ ഒരു വ്യാപ്തി കൂടുന്നുള്ളതാണ്, ബിംബങ്ങളുടെയൊക്കെ ഒരു സ്വഭാവമൊക്കെ മാറുന്നതാണ്. ഞാൻ ഈ 2016 വള്ളത്തോൾ ജയന്തിയിൽ അവിടെ ഒരു സയന്റിസ്റ്റ്, ഒരു വേൾഡ് ഫേമസ് സയന്റിസ്റ്റ് ആയിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല, അമേരിക്കയിലാണ് ആള് സെറ്റിൽഡ്, അമേരിക്കൻ പൗരത്വമുള്ള ഒരാളായിരുന്നു. അദ്ദേഹം കവി കൂടിയാണ്. അപ്പോ അവിടെ അദ്ദേഹം ഒരു കവിത അവതരിപ്പിച്ചതായിട്ട് ഓർക്കുന്നു. ഡോളി എന്ന് പറയുന്ന നമ്മള് ക്ലോൺ ചെയ്തുണ്ടാക്കിയ ആടുണ്ടല്ലോ, ആ ആട് ദൈവത്തിനോട് ചോദിക്കുന്നതായിട്ട്, സയന്റിസ്റ്റാണ് ആള്, ആ ദൈവത്തിന്റെ അസ്തിത്വം ചോദിക്കുന്ന ഒരു കവിത അവിടെ ചൊല്ലിയതായിട്ട് നല്ല കവിതയായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സത്യത്തിലെ സയന്റിസ്റ്റും കവി മാരകമായ ഒരു കോമ്പിനേഷനാണ്. വളരെ പുതിയ നമുക്ക് സയൻസ് ഫിക്ഷൻ ഗദ്യത്തിൽ നോവലുകളും ഇതൊക്കെ ഉണ്ടെങ്കിലും കവിതയിലുള്ള ഒരു സയൻസിന്റെ ഇടപെടൽ അല്ലെങ്കിൽ സയൻസിന്റെ കണ്ടെത്തൽ കൂടി സംയോജിപ്പിച്ച് പുതിയതരം ഒരു ഭാവന മലയാളത്തിൽ കുറവാണെന്ന് തോന്നുന്നു. ഏതാനും കവിതകളൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. എങ്കിലും അപ്പോൾ ഋഷികേശൻ സാറ് സയൻസ്, അതിന്റെ ഒരു സയന്റിഫിക്, ജലത്തിന്റെ ഒരു സയന്റിഫിക് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടുള്ള വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു പ്രഭാഷണമാണ് അദ്ദേഹം നടത്തിയത്. ഇനി നമുക്കുള്ളത് കവിത ചൊല്ലുകയും പ്രഭാഷണങ്ങളും ആയിട്ടുള്ള അതിനായിട്ട് വന്നിട്ടുള്ള വ്യക്തികളുണ്ട്. അതിൽ ഇമ്മാനുവൽ മെറ്റിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞു, ചിത്രകാരിയാണ്, പരിഭാഷകയാണ്, മലയാളത്തിലും ഇംഗ്ലീഷിലും കവിതകൾ എഴുതുന്നു.
ഏറ്റവും പുതിയ കവിതയുടെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇമ്മാനുവൽ മെറ്റിൽസനെ ഞാൻ കവിത ചൊല്ലുന്നതിനും മഴയെക്കുറിച്ചും കവിതയിലെ മഴയുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ മഴ കവിത തുടരുകയാണ്. മഴയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ബിംബങ്ങൾ നിരത്തിയുള്ള കവിതയോടുകൂടി മഴയുടെ ഒരു ലാവണ്യത്തെ കുറിച്ചും കൂടി പറഞ്ഞ് ഇമ്മാനുവൽ മെറ്റിൽസ് വളരെ ആധികാരികമായിട്ടും ആയിട്ട് സംസാരിച്ചു. ഇപ്പോൾ ടോണി സാറ് ഇരിക്കുന്ന ഈ വേദിയിലെ മെറ്റിൽസും ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ പറയാണ്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കാവ്യസങ്കല്പവും അത് തന്നെയാണ് കേട്ടോ. സൗന്ദര്യബോധത്തെക്കാൾ കൂടുതൽ കാൽപ്പനികതയേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിൽക്കുന്നതാണ് സത്യത്തിൽ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, എനിക്ക് 2000 തോപ്പിൽ രവി സ്മാരക കഥാമത്സരത്തിൽ 2ാം സമ്മാനം കിട്ടിയ ഒരു കഥ തന്നെ ചേരിയിലെ മഴ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയായിരുന്നു. അതിൽ മഴ തന്നെയാണ് മുഖ്യ കഥാപാത്രം. അതിൽ അവസാന വാചകം ഇങ്ങനെയായിരുന്നു: മഴേനെ ഞാൻ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് തന്നെയാണ്, ചേരിയിൽ മഴ പെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എല്ലാ കാൽപ്പനികതകളും റദ്ദ് ചെയ്യുന്ന ഒരു മഴയായിരിക്കും. അപ്പൊ അവസാനത്തെ ഒരു വാചകം ഇങ്ങനെയാണ്, അതിവിടെ പറയുന്നത് ഉചിതമായിരിക്കും കരുതുന്നു. അവസാനം എല്ലാ താളക്രമങ്ങളും വിട്ട് മഴ വെളിവ് കെട്ട ഒരു അട്ടഹാസമായ അയാളുടെ മുമ്പിൽ പരിണമിച്ചു എന്നാണ്. അപ്പൊ മഴയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരുപാട് കവിതകൾ വേറെ വന്നിട്ടുണ്ട്. മാത്രമല്ല, കവിതയിലൊരു കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ 2014-15 എഴുതിയ ആദ്യത്തെ കവിത മഴയെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളതാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ എന്ന് പറഞ്ഞിട്ട്. അതായത് ഞാൻ കൂടി നിലകൊള്ളുന്ന ഒരു പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഒരു വലതുപക്ഷ വ്യതിയാനത്തെ കുറിച്ച് അതിനെ ആക്രമിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ മഴ കാൽപ്പനികം മാത്രമല്ല, അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ജലം കൊണ്ട് മുറിവേറ്റ ഒരു ജനതയാണ് നമ്മൾ 2018 പ്രളയം എന്നുള്ളത്. അപ്പോ ഈ പരിപാടിയിൽ അടുത്തതായി മഴയെക്കുറിച്ചും കവിതയെക്കുറിച്ചും സംസാരിക്കാനായി നമുക്ക് ഏവർക്കും സുപരിചിതയും കിടയറ്റ കവിയുമായ നഫീസത്ത് ബീവിയെ ക്ഷണിക്കുന്നു. മഴയോടുള്ള ഇഷ്ടം ഗൈതവമായി തന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. തീർച്ചയായിട്ടും നഫീസത്ത് ബീവി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സത്യമാണ്. രാഷ്ട്രീയം പറയണം, കവിതയിലും പറയണം, വേണം. അത് സംഭവിക്കുന്നതാണ്, അതും ശരിയാണ്. ഒരു ഡോക്യുമെന്റ് ആവണം. അതിൽ ഒരു ഉദാഹരണം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു കൃതി മലയാള സാഹിത്യത്തിലോ ഇന്ത്യൻ സാഹിത്യത്തിലോ ഇല്ല എന്ന് പറയാം. സത്യത്തിൽ ആരും എഴുതിയിട്ടില്ല. സത്യത്തിൽ അതിനെ ഉപജീവിക്കുന്ന ഒന്നും അതിന്റെ സമഗ്രമായിട്ട് ഉണ്ട്. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് അതൊന്നും സാഹിത്യ കൃതിയല്ലല്ലോ, ഒരു നോവലോ ഒന്നും എഴുതിയില്ല. അതിന്റെ ഒരു പ്രശ്നം കൂടി നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. മനുഷ്യന്റെ വൈകാരികതയിലേക്ക് അത് കാലങ്ങൾ കഴിഞ്ഞിട്ടും അത് കയറാൻ അല്ലെങ്കിൽ സംക്രമിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സിനിമ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ എല്ലാ അർത്ഥത്തിലും. നമ്മുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പീക്കിലുള്ള കാലത്തിനെ പറ്റി പോലും ഒരു സാഹിത്യ സൃഷ്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയം ഒരു ഡോക്യുമെന്റ്, ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ കലാസൃഷ്ടി ആവേണ്ടതിന്റെ ഒരു പ്രസക്തി ആ ഒരു കാര്യത്തിലാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഈ പരിപാടിയിൽ സംസാരിക്കുന്നത് കവിയും പ്രഭാഷകനുമായ കെ ദിനേശ് രാജയാണ്. ദിനേശ് രാജയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും. നമുക്കിനി 2 പേര് കൂടിയാണ് സംസാരിക്കാനുള്ളത്. സമയമുണ്ട്, 5 മണി. സമയം ഉണ്ടെങ്കിൽ ചൊല്ലാന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് കവിത, എൻ്റെ കവിത. 2 കവിത ചൊല്ലാന്ന് വിചാരിക്കുന്ന ഒരെണ്ണപ്പം ചൊല്ലാം, പിന്നെ സമയം ഉണ്ടെങ്കിൽ അടുത്ത് ചൊല്ലാം. ഒത്തുതീർപ്പുകാലത്തെ മഴ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കവിതയിൽ 2ാമത് സജീവമായപ്പോൾ ആദ്യം എഴുതിയ കവിതയാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ നീർത്തുമ്പികളുടെ നേർത്ത നൂലുകളായി ഭൂമിയിലേക്ക് വരുന്നില്ല. അതിപ്പോൾ താഴെ നിന്നും മേലോട്ടുള്ള പ്രതിലോമ സഞ്ചാരമാണ്. ഇവിടെ നിന്നും കൊണ്ടുപോയ ജീവനീരിന്റെ കള്ളക്കണക്കുമാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ കുന്നിനോടുള്ള സൃഷ്ടിയുടെ പ്രണയ സല്ലാപമാകുന്നില്ല. അത് നിധികുംഭങ്ങൾക്ക് വേണ്ടി മണ്ണിടർച്ചകളെ കൊടും വ്രണങ്ങളാക്കി പെരുപ്പിച്ച് ജീവനെ അടർത്തുന്ന ഇന്നിന്റെ വിഷഗ്വരനാണ്. അത് പ്രണയിയെ ആഞ്ഞുവെട്ടിയ യന്ത്രക്കൈയിലെ പാപമൺചെളി കഴുകി കൊടുക്കുന്ന പിണിയാളുമാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ ഗതിമുട്ടിയ പുഴപ്പെണ്ണിനെ
കടൽ എന്ന അമ്മ വീട്ടിലേക്ക് വഴി നടത്തുന്നില്ല. അത് രാത്രിയിലെ അവസാന വണ്ടിയിൽ ശരീര നിമ്നങ്ങൾ ഊഴമിട്ട് ഉഴുതുമറിക്കപ്പെട്ട പെണ്ണിന്റെ നിലവിളികളെ മുക്കിക്കൊല്ലുന്ന നിഷ്ഠൂരനായ സഹായിയാണ്. അധികാരത്തിന്റെ ഉഷ്ണചുരം വാഴുന്ന കരുണയില്ലാത്ത കാറ്റുകൾക്കു വേണ്ടി അവളുടെ വിലാപങ്ങൾക്കു വിലപേശുന്ന ഇടനിലക്കാരിയുമാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ കൊടും വേനലിനു ശേഷം ഒരു നല്ല കാല സ്വപ്നമാകുന്നില്ല. അത് ഇടിമിന്നലിനെ കുലംകുത്തി എന്ന് വിളിക്കുന്ന കാലപ്രമാണിയുടെ ഒറ്റുകാരനാണ്. വരിയുടയ്ക്കപ്പെട്ട വിപ്ലവങ്ങളുടെ അച്ചുകൂടങ്ങളിൽ വ്യഭിചരിച്ചു ജീവിക്കുന്ന പൊയ്വാക്കുകളുടെ കൂട്ടമാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ കവിയുടെ മനസ്സിലെ നിർജ്ജനമായ ശില്പകാമനകളല്ല. അത് കറുത്ത മുഖം വീർപ്പിച്ച് ആകാശത്ത് വന്ന് രംഗവീക്ഷണം നടത്തിപ്പോകുന്ന മൃത്യുവിന്റെ കങ്കാണിയാണ്. വഴിയരികിലെ തിന്നു ശേഷിച്ച ചീഞ്ഞളിഞ്ഞ മാംസക്കൂനയുടെ വീതം വെപ്പുകാരനുമാണ്. ഒത്തുതീർപ്പുകാലത്തെ മഴ അന്നത്തിന്റെ ആദ്യ മുളകളുടെ കാത്തിരിപ്പിന്റെ ജീവസുഗന്ധമല്ല. ഓരോ മുളകളെയും ചവിട്ടടിയിലാക്കുന്ന വാർപ്പിടങ്ങളെ നനച്ചുറപ്പിക്കുന്ന ജീർണിച്ച ആർത്തവ രക്തത്തിന്റെ ഓക്കാന ചൂരാണ്. ഇനി ഒന്നും മുളയ്ക്കാതെ പോകട്ടെ എന്നുള്ള കൊടിയ ശാപങ്ങളുടെ മേഘവിസ്ഫോടനങ്ങളാണ്. ഒത്തുതീർപ്പുകാലത്ത് മഴ പെയ്യുന്നില്ല. പെയ്യുമെന്നോ പെയ്യുന്നെന്നോ ഭാവിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളോ മഴ പെയ്യാത്ത കാലത്തെ ഉദ്ധരിച്ച മാംസക്കുഴലുകളുടെ ചൊടികെട്ട ഊത്തുക. നമ്മുടെ ഈ പരിപാടിയിൽ അടുത്തതായി കവി സുനിത സുകുമാരനെ കവിത അവതരിപ്പിക്കുന്നതിനും കവിതയിലെ മഴയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമുക്കിനി ലിസ്റ്റിലുള്ള ഒരാള് ഉള്ളൂ, പക്ഷെ നമുക്ക് സദസ്സിൽ ഒന്ന് രണ്ട് പേരെ കവിത ചൊല്ലാൻ വിളിക്കണം. ലിസ്റ്റിലുള്ള ആളെ വിളിക്കല്ലോ. ഞാൻ അതിനല്ല അതിപ്പോ വിളിക്കാം. ഞാൻ എൻ്റെ രണ്ടാമത്തെ കവിത ചൊല്ലിയിട്ട് എൻ്റെ പരിപാടി അവസാനിപ്പിക്കാം. കാരണം മഴയെ നമ്മളെല്ലാവരും വല്ലാണ്ട് ആക്രമിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. എനിക്ക് അതാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ മഴയെ നമ്മളൊന്ന് കാൽപ്പനികമായിട്ടും കൂടി ട്രീറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത്. ഈ കവിത എൻ്റെ ആദ്യത്തെ സമാഹാരത്തിലുള്ളതാണ്. ഈ ടോണി സാറ് പറഞ്ഞ പോലെ മഴയെ കുറിച്ച് അധികം കവിതകൾ ഞാൻ എഴുതിയിട്ടില്ല. അതിൽ എനിക്ക് മഴയുടെ ഒരു കാൽപ്പനികത ഉണ്ടെന്ന് തോന്നിയൊരു കവിത ഇതാണ്. ബാക്കിയൊക്കെ അങ്ങനെ മഴ, പക്ഷെ ഈ കവിത നമ്മുടെ ഇതിലൊക്കെ ഒരു ബിംബായിട്ടൊക്കെ വന്നു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ, ഈ സന്ധ്യ പറഞ്ഞ പോലെ വരുന്നുണ്ട്. സന്ധ്യയുടെ സംസാരത്തിന് ഒരു കാര്യം കൂടി ഒന്ന് ചിന്തയിലേക്ക് കൊണ്ടുപോയി. കവിതയിലെ അബോധം എന്ന് പറയുന്നത് സന്ധ്യ പറഞ്ഞല്ലോ, എന്റെ കഥയിലും കവിതയിലൊക്കെ മഴ ഞാൻ അറിയാതെ കടന്നു വരുന്നത് അതൊരു അബോധിയായിട്ടുള്ളൊരു മഴയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സുനിത സുകുമാരൻ കവിതയല്ല, അവരെന്നെ കവിതയാണ്. അതുകൊണ്ടാണ് കവിത പോലെ നിന്നിട്ട് കവിതയായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നതാന്ന് വിചാരിക്കുക. ഓരോ മഴയും തോർന്നിടുമ്പോൾ ഋതുസംക്രമങ്ങളുടെ ഗൃഹാതുരമായ പ്രണയ സ്മൃതികളിലാണ് ഞാൻ. ഒറ്റയ്ക്ക് വിരിഞ്ഞ മഴ നനഞ്ഞു നിൽക്കുന്ന, ഏകാഗിയായി നിൽക്കുന്ന ഒരു പൂ പോലെയാണ് ഹൃദയം. യൗവനത്തിന്റെ പഴയ പുൽമേടുകളിൽ മഴ അമൃതവർഷിണിയായി നിറയുന്നു. തമ്മിൽ പുണർന്ന് പെയ്യുന്ന മേഘമിഥുനങ്ങളുടെ അനുരാഗം തുളുമ്പുന്ന രതിഭാവങ്ങളുടെ മൊഴിപ്പകർച്ചകളിൽ പ്രാണൻ പൂക്കുമ്പോൾ അതിൻ്റെ ആത്മഗന്ധം വഴിയുന്ന ഉള്ളിലെ ചില്ലുമേടയുടെ ജാലകത്തിലൂടെ മഴയെ കാണുകയാണ് ഞാൻ. മിഴികളെ തൂലികയാക്കി മഴയുടെ ആത്മാവിൽ എന്നെ മുദ്രണം ചെയ്യുവാൻ ശ്രമിക്കുകയുമാണ് ഞാൻ. ജലലിപികളുടെ ഈറൻ വിരലുകളിലൂടെ എന്നിലും എന്തോ എഴുതുവാൻ മഴയും വെമ്പുന്ന പോലെ. പണ്ടും മഴയുടെ കുളിർ ജലതിയിലൂടെ തന്നെയാണ് ഞാൻ എൻ്റെ ആത്മവിലാസത്തെ തിരഞ്ഞു പോയത്. എന്നിട്ടും മൂകമായൊരു തുരുത്തിൽ എന്നെ ഏകാന്ത പതികനാക്കി. ഓരോ വട്ടവും മഴ തോർന്നു പോയത് എന്തിനാവും? ഈ മഴയെങ്കിലും ആത്മാവിന് സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഒരു ഗതിയടക്കം സമ്മാനിച്ചെങ്കിൽ, എങ്കിലീ അവ്യക്ത വേദന മേയുന്ന കാത്തിരിപ്പിന്റെ കരൾ തുടിപ്പുകൾക്ക് ഒരടിക്കുറിപ്പെഴുതി അതിലലിഞ്ഞിടാമായിരുന്നു. ഓരോ മഴയും തോർന്നു പോകുമ്പോൾ പറയുവാൻ ഒന്നു മാത്രം ഇപ്പോഴും: നിന്നെ കണ്ടു കൊതി തീർന്നില്ല. അടുത്തതായി ഈ പരിപാടിയിൽ മഴ
ജലസ്പർശം, കവിതയിലെ ജലസ്പർശം എന്ന ഈ പരിപാടിയിൽ കവിത അവതരിപ്പിച്ച് സംസാരിക്കാനായി സുനിത ദാസിനെ ക്ഷണിക്കുന്നു. സുനിതയുടെ പുസ്തകം ആകാശവും ഭൂമിയും കുറെ നിമിത്തകങ്ങളും അങ്ങനെയാണെന്ന് തോന്നുന്നു. ആ പുസ്തകം കവിതയും കഥയും ഒറ്റ പുസ്തകത്തിൽ വരുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം ഞാൻ ഇന്നലെയാണ്, അതിലെ കവിതകൾ ഞാൻ ഒറ്റ ഇരിപ്പിന് ഇരുന്ന് വായിച്ചു. സുനിത ഇപ്പൊ ഈ സംസാരിച്ചത് കുറച്ച് വിനയം കൂടിപ്പോയെന്ന് തോന്നുന്നു. വളരെ മനോഹരമായ ചെറിയ ചെറിയ ഖണ്ഡങ്ങളായിട്ട് ഞാൻ സുനിതയോട് പറയുകയും ചെയ്തു. നമ്മളെ മതിക്കുന്ന കവിതകൾ തന്നെയാണ് സുനിതയുടെ എഴുത്ത് ഭാഷ, അല്ലെങ്കിൽ സുനിത തന്നെ പറഞ്ഞ ഏകാന്തതയിലുള്ള ഭാഷ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫീല്, ഒരു വൈകാരികമായിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞു. ആ ഇമോഷൻസ് ആട്ടിക്കുറിക്കിയ ഇമോഷൻസ് കവിത ഒരു ആത്മരതിയല്ല, അല്ലാതെ തന്നെ ഉള്ള ഒരു കവിതയാണ്. എങ്ങനെയാണ് എത്ര ആറ്റിക്കുറിക്കാന്നുള്ള എൻ്റെ ഒരു പാഠമായിട്ട് എനിക്ക് ആ പുസ്തകത്തെ തോന്നി. ഞാനത് സുനിതയോട് പറയും, എന്നെ വല്ലാതെ മതിച്ച ഒരു പുസ്തകമാണ് അത്. സുനിത വളരെ നന്നായിട്ട് കവിത ആ പുസ്തകത്തിന്റെ ഇതിൽ ഞാൻ പറയാണ്, വളരെ മനോഹരമായിട്ട് കവിതയിൽ സുനിതയുടേതായ ഒരു ശൈലി ഞാൻ ദർശിച്ചു. അത് കൊടുത്തിട്ടുള്ളതും അങ്ങനെയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല പ്രസംഗമായിരുന്നു. മാത്രമല്ല സുനിത ഇവിടെ ഇരുന്നിട്ടാണ് ആ ചൊല്ലിയ കവിത എഴുതിയത് ഇപ്പൊ തന്നെ ഉള്ളില്. അപ്പൊ നമ്മള് എല്ലാവരുടെയും കുറച്ചും കൂടി ശ്രദ്ധ, പ്രോത്സാഹനം വേണം എന്ന് തോന്നുന്നു. സുനിതനെ ഒന്ന് പ്രകോപിപ്പിക്കണം എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. പ്രകോപിപ്പിക്കുക കവിത എഴുതാനായിട്ട്. ഇനി നമുക്ക് സദസ്സിൽ അതെ സുനിത നമുക്ക് കിട്ടാത്തതിന്റെ കുഴപ്പമുള്ളൂ. സുനിത ഇവിടെ വരുന്നില്ല, അതാണ്. അതെ ഈ പരിപാടി നമ്മുടെ എന്താ പറയാ, ഈ പാനലിലുള്ളവരുടെ സംസാരം കഴിഞ്ഞു. ഇനി നമുക്ക് സദസ്സ് എന്നുള്ള വാക്ക് കേൾക്കാം. ജയന്തി വില്ലടത്തിനെ ഞാൻ കവിത അവതരിപ്പിക്കുന്നതിനും സംസാരിക്കുന്നതിനായിട്ട് വിളിക്കുകയാണ്. നമ്മുടെ മഴ കവിതയിലെ ജലസ്പർശം എന്ന പരിപാടി സമാപിക്കുകയാണ്. അതിന്റെ ഒരു 10 മിനിറ്റ് സമയമുണ്ട്. നമുക്ക് ഒരു ചെറിയ അവലോകനവും നന്ദി പറയുന്നതിനും ആയിട്ട് വിനോദിനെ ക്ഷണിക്കുന്നു.